ഇനിയിപ്പോ എവിടെ പോയിട്ട് ഒരു റൂം തപ്പൂന്റെ തമ്പുരാനെ. ചേട്ടന്റെ വീട് ഇവിടെ അടുത്താ? അതെ, എവിടെയാണ്? പിന്നെ എനിക്ക് ഒരു താമസിക്കാൻ ഒരു 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 മുറി കിട്ടണം. ക്വാർട്ടേഴ്സ് ആയാലും വാടക വീടായാലും കുഴപ്പമില്ല. വീട്ടിലും റൂമിലും ഒക്കെ ബംഗാളികൾ നിറഞ്ഞിട്ടുണ്ട്. ഫുള്ള് ബംഗാളികളാണ് ഇപ്പോൾ ഇവിടെ റൂമിലും. നിങ്ങളെ അറിവിൽ ഇവിടെ എവിടെയെങ്കിലും റൂം എന്തെങ്കിലും കിട്ടാണ്ടോ? റൂം കിട്ടാണ്ട് ഞാരോലൊക്കെ ഒന്ന് വിളിച്ചു ചോദിക്കേണ്ടി വരും. ഞാൻ 2 ദിവസമായി നടക്കാൻ തുടങ്ങിയിട്ട്. തന്നെ? ആ, നോക്കട്ടെ, ആരോലും വിളിച്ചു ചോദിക്കാം. അതിന്റെ വീട് കൊയിലാണ്ടിയിലേക്ക് ഇവിടെ ഒരു ജോലി കിട്ടിയ കാരണേ. തന്നെ? ആ, നോക്കാം. ശരിയാ. നിങ്ങളെ പേരെന്താ? അയ്യോമ്. അതെ, നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ. ആയിക്കോട്ടെ, അന്വേഷിക്കാം. നിങ്ങളെ നമ്പർ ഒന്ന് പറയും. ഓക്കെ, നമ്പർ വെച്ചോളൂ. 86 06 61 31 91 വിളിച്ചാൽ മതി. ഉപകാരം. താങ്ക് യു. തീരെ കിട്ടണില്ല, അന്വേഷിച്ചിട്ട് നടന്ന് വലഞ്ഞു. ശരി, ആയിക്കോട്ടെ. ഒന്ന് അന്വേഷിച്ച് പറയട്ടെ. ഓക്കെ, പറയാം. വിളിച്ചു നോക്കട്ടെ. ഹലോ, ആ ചേട്ടാ. ആ, പറയടി. എന്തായി റൂമിന്റെ കാര്യം? ഏയ്, ഇതൊരു ഗ്രാമപ്രദേശാണേ. ആ, ഓഫീസ് അവിടെ ടൗണിലല്ലേ. ഞാൻ അവിടെയൊക്കെ അന്വേഷിച്ചു കുറെ, എവിടെയും റൂമില്ല. ആണോ? ശോ, ഒരു ജോലി കിട്ടിയപ്പം താമസിക്കാൻ ഒരു റൂം ഇല്ലാണ്ടായി പോയല്ലോ. ആ, അപ്പൊ ഈ ഉള്ളേരിയയിൽ കൂടെ അങ്ങനെ നടന്നു നോക്കുക, എല്ലാ സ്ഥലത്തും റൂം ഫുള്ളായിരിക്കും. ഒരു വാടകയ്ക്ക് ഒരു ക്വാർട്ടേഴ്സോ ഒരു വീടോ ഒന്നും കിട്ടാനില്ല. ആ, എല്ലാതും ബംഗാളീസും ഒറീസയും എല്ലാം നോർത്ത് ഇന്ത്യൻസ് ആണ് മൊത്തം. ഒരു പട്ടിക്കൂട് പോലും കിട്ടാനില്ല ഒന്ന് കിടക്കാൻ. ആ, ആരെങ്കിലും മുറ്റത്തൊരു പട്ടിക്കൂട് കിട്ടിയ അതിൽ കയറി കിടക്കാൻ അതിനും ബംഗാളിയാ. ആകെ ഒന്നും പറയണ്ട, നടന്ന് വയ്യാതെയായി. അല്ലേ ചേട്ടൻ ഒരു കാര്യം ചെയ്യേ, എന്നും ഇങ്ങോട്ട് പോരെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റെ മുത്തിനൊന്ന് ഡെയിലി കാണാമല്ലോ. ആ, അതും പിന്നെ തലവേദനയല്ലേ. ആ, എന്നാ ഈ തലവേദന ഭേദം. ആ, 100 കിലോമീറ്റർ ഇത് ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും. എന്താ ഭ്രാന്താ? അതൊന്നും വേണ്ട. ഹേ, ആ, ഞാനൊന്നും കഴിച്ചിട്ടില്ല. എന്ത് കഴിക്കാൻ? ഈ റൂമോ വീടോ എന്തേലും ഒന്ന് കിട്ടണ്ടേ വാടകയ്ക്ക്? ആ, വെള്ളം കുടിച്ച് വയറ് നിറച്ച്. അതന്നെ. ഹോട്ടലിലേക്ക് ഇവിടുന്ന് ഇനി ഒരു 3 കിലോമീറ്റർ പിന്നെയും പോകണം. അപ്പൊ ഇനി അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചു. നീ എന്തെങ്കിലും കഴിച്ചോ? ഇല്ല, ചേട്ടൻ പോയത് പിന്നെ ഞാൻ പച്ചവെള്ളം കുടിച്ചിട്ടില്ല. ആ, നീ എന്തൊന്നും കഴിക്കാത്ത? എന്തേലും കഴിക്കും മുത്തേ. ആ, ഞാനേ റൂം ഏതെങ്കിലും കിട്ടിയാ അറിയിക്കണ്ട്. എടങ്ങറായി, വെയിലുമാണ്. ഇവിടുന്ന് ഇനി ടൗണിലേക്ക് ഇനി ഒരു 3-4 കിലോമീറ്റർ പോകണം, നടക്കണം. ഇവിടെ നിന്ന് ബസ് റൂട്ട് പോലും ഇല്ലാത്ത സ്ഥലം. ശരി എന്നാ, ഓക്കെ. ചായ ഉണ്ടേട്ടാ? ഉണ്ടല്ലോ. എന്നൊരു കാപ്പി തരും. ചായ ഉണ്ട്, കോഫി ഉണ്ട്. കാപ്പി ഒരു കോഫി. കഴിക്കാൻ ഒരു കട്ട്ലറ്റ്. കട്ട്ലറ്റോ? ആ, ഇതൊന്ന് കഷ്ണാക്കി തരുമോ? ഇതോ? എന്തിനാ? ഒന്ന് കഷ്ണാക്കി. 2 കഷ്ണാക്കിയാൽ മതി കേട്ടാ. 2 3? 2 മതി, അല്ലെങ്കിൽ തിന്നാ തീരില്ല. അതാ ആള് കൊള്ളാലോ. കോഫി ഇപ്പൊ തരട്ടാ. ആ, സാർ എവിടെ നിന്ന്? ഞാൻ കൊയിലാണ്ടിയിലാ. കൊയിലാണ്ടിലോ? ഇവിടെ ഒരു ചെറിയ ജോലി കിട്ടിയിട്ടുണ്ട്. എന്തിലാ? ഇവിടെ അടുത്ത് തന്നെ. ചേട്ടൻ എവിടെ താമസം? അടുത്ത ഫ്ലോറിഡയില്. ഫ്ലോറിഡയിലോ? അത് അമേരിക്കയിലല്ലേ? അമേരിക്കയിൽ തന്നെ. ഇവിടെ ഒരു ഫ്ലോറിഡ ഉണ്ട്. അതെന്താ? 2 ഫ്ലോർ, അതിനിടയിൽ ഒരു ഗ്യാപ്പ്. ആ ഗ്യാപ്പിൽ ഒരു പായം മുരിക്കുക, മേലെ ഒരു സീറ്റും ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കിടക്കുക. അപ്പൊ വീടോ? വീട് ബംഗാളികൾക്ക് വാടക കൊടുത്തൊക്കെയല്ലേ. മലയാളികൾക്ക് കൊടുത്ത കാര്യമില്ല, പൈസ കിട്ടൂല. ഇവരാകുമ്പോ കാശുണ്ട്, കിട്ടും മാസം. അവിടെ എന്തേലും ഒരു ഗ്യാപ്പ് ഉണ്ടാവും വീട്ടില് താമസിക്കാൻ? അവിടെ കക്കൂസിന് പോലും ഗ്യാപ്പില്ല. വേണ്ട, ചേട്ടൻ എന്തേലും ഒരു റൂം റെഡി ആക്കി തരുമോ? റൂം ഇവിടെ കിട്ടാൻ പ്രയാസം കേട്ടോ. അപ്പൊ എത്ര ചേട്ടാ? 30 രൂപ. അവിടെ
ഇവിടെ ഏതെങ്കിലും റൂം ഉണ്ടെങ്കിൽ നോക്കണം പറയണം ഓക്കെ ഒന്ന് അറിയിക്കണം. പേരെന്താ പറഞ്ഞ? പേര് പ്രദീപ്. ഹലോ, ആരാ ആരാ? എന്താ ബംഗാളിയാ? ഈ എവിടെ താമസിക്കണ? എവിടെ എവിടെ? ആന്തൂർ വളപ്പിൽ കുഞ്ഞനന്തന്റെ വീടാ? അവിടെ താമസിക്കണേ? ആ ഓക്കെ ഓക്കെ ഓക്കെ, റെഡി റെഡി റെഡി. ഈ ആന്തൂർ വളപ്പിൽ കുഞ്ഞനന്തൻ? അത് ഞാൻ തന്നെ. അതെ, നിങ്ങൾക്ക് തൊട്ടപ്പുറത്തൊരു ക്വാർട്ടേഴ്സ് ഉണ്ടല്ലോ, ഉണ്ടല്ലോ. അതിൽ താമസിച്ചിരുന്ന ബംഗാളി അജാസ് കുൽക്കർണി വെള്ളത്തിൽ മുങ്ങി മരിച്ചല്ലോ. അപ്പൊ ആ റൂം ഒഴിവാണെങ്കിൽ അത് എനിക്ക് തരണം. അയ്യോ, അതല്ലേ ഇപ്പൊ ഒരാൾ വന്ന് അഡ്വാൻസ് വന്ന് പോയത്. അഡ്വാൻസ് അല്ലേ ഇരിക്കുന്നത്. ഇപ്പൊ ഇറങ്ങിപ്പോയ ആളാണോ? അതെ. ബംഗാളിയാ? കണ്ടാലൊരു ബംഗാളി ആണെങ്കിലും പറഞ്ഞത് മലയാളാ. ഒരു മിനിറ്റ് മോളെ, ഇതാ ഈ കാശേ അമ്മക്ക് കൊണ്ടു കൊടുക്കട്ടാ, കളയരുതേ. ചേട്ടാ ചേട്ടാ ചേട്ടാ, ഒന്ന് ഒരു കാര്യം പറയട്ടെ. നിങ്ങളല്ലേ ഈ കുഞ്ഞനന്തൻ എന്ന് പറയുന്ന ആളുടെ റൂമിന് അഡ്വാൻസ് കൊടുത്തിട്ട് ഇറങ്ങിപ്പോയത്? ആ റൂമിൽ താമസിച്ചിരുന്ന അജാസ് കുൽക്കർണി മുങ്ങി മരിക്കുന്നത് ഞാനാണ് ആദ്യം കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ വേഗം അഡ്വാൻസ് കൊടുക്കാൻ ഓടി വന്നത്. കാരണം ഞാൻ 2 ദിവസമായി റൂമിന് വേണ്ടി നടക്കുക, എല്ലായിടത്തും ബംഗാളികളാണ്. ഞാനാണ് ആദ്യം കണ്ടത് അജാസ് മുങ്ങി മരിക്കുന്നത്. അതിന് മുമ്പ് ചേട്ടപ്പ എങ്ങനെയാ അറിഞ്ഞത്? എത്ര ദിവസമായി നിങ്ങൾ പറഞ്ഞേ? 2 ദിവസം. 1 മാസമായി ഞാൻ റൂമിന് വേണ്ടി നടക്കുന്നത്. ആ ബംഗാളിനെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടത് ഞാനാ.